നമസ്കാരം. ട്രംപ് ആരാ ഇന്ത്യയെ നിയന്ത്രിക്കാൻ? ഇന്ത്യയുടെ കാര്യം നോക്കാൻ മോദിക്ക് നന്നായി അറിയാം. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അമേരിക്കയെ പോലും ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കി. എന്നിട്ടും വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ കൈകഴുകി പോകുന്നത് പോലെ ലോകത്ത് എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അതിന്റെ വാലും പിടിച്ച് പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെടും. എന്നിട്ടാണ് ഒടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ള മുട്ടാമ്പോക്ക് ന്യായവും കൊണ്ട് ട്രംപ് ഇറങ്ങിയത്. അതിനു പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റഷ്യയുമായി ഇന്ത്യ വാണിജ്യം അവസാനിപ്പിക്കുന്നു എന്നതായിരുന്നു കഥ. എന്നാൽ അതിനുള്ള കിടിലൻ മറുപടി ഇന്ത്യ കൊടുത്തിരിക്കുകയാണ്. പുതിയ കരാർ സ്ഥാപിക്കാൻ റഷ്യയുമായുള്ള നീക്കം തുടങ്ങി വെച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ട്രംപിന്റെ കരണത്തേറ്റ അടിയായി പോയി ഇതെന്ന് പറയാതെ വയ്യ. വൈദ്യുത വാഹനങ്ങളുടെയും മറ്റും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അപൂർവ ധാതുക്കൾക്ക് പുതിയ വഴികൾ തേടി ഇന്ത്യ റഷ്യയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. ഇത്തരം ധാതുക്കളുടെ വിതരണത്തിൽ ചൈന നിയന്ത്രണം കടുപ്പിച്ച സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നടക്കം ഇവ എത്തിക്കുന്നതിനുള്ള അവയുടെ സംസ്കരിക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുന്നതിനാണ് ഇന്ത്യയുടെ ശ്രമം. റഷ്യൻ കമ്പനികളുമായി സഹകരിച്ച് ശക്തിയേറിയ കാന്തങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള അപൂർവ ധാതുക്കൾ ലഭ്യമാക്കുന്നതിന് ഇന്ത്യൻ കമ്പനികൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അപൂർവ ധാതുക്കൾ സംസ്കരിക്കുന്നതിന് റഷ്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സാങ്കേതിക വിദ്യ പരീക്ഷിച്ചു വരികയാണ്. ഇത് വാണിജ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുമായി സഹകരിക്കുന്നതിന് റഷ്യ താൽപര്യം അറിയിച്ചതായാണ് വിവരം. ഇന്ത്യൻ കമ്പനികളായ ലോഹം, മിഡ്വെസ്റ്റ് എന്നിവയോട് റഷ്യയിലെ സാധ്യതകൾ പരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. റഷ്യൻ പൊതുമേഖലാ കമ്പനികളായ നോർണിക്കൽ, റൊസാറ്റം എന്നിവയുമായി സഹകരിക്കുന്നതിനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. കൂടാതെ CSIR, ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മിനറൽസ് ആൻഡ് മെറ്റീരിയൽസ് ടെക്നോളജി എന്നിവയോടും റഷ്യൻ കമ്പനികളിൽ ലഭ്യമായ സാങ്കേതിക വിദ്യ പരിശോധിക്കുന്നതിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ആഗോളതലത്തിൽ ഇത്തരം മൂലകങ്ങളുടെ സംസ്കരണത്തിൽ 90% ചൈനയാണ് നിയന്ത്രിക്കുന്നത്. അമേരിക്ക തീരുവ യുദ്ധവുമായി രംഗത്ത് വന്നതോടെ ഏപ്രിൽ മുതൽ ഇത്തരം മൂലകങ്ങളുടെ കയറ്റുമതി ചൈന നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ വൈദ്യുത വാഹന ഉൽപാദനത്തെ ബാധിച്ചു. 2023-24 സാമ്പത്തിക വർഷം ഇന്ത്യ 2270 ടൺ അപൂർവ ധാതുക്കൾ ഇറക്കുമതി ചെയ്തിരുന്നു. ഇതിൽ 65% വരെ ചൈനയിൽ നിന്നാണ്. അപൂർവ ധാതുക്കളുടെ ലഭ്യത ഉയർത്തുന്നതിനായി സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ സൂചിപ്പിച്ചു. ചെമ്പ്, ലിഥിയം, നിക്കൽ, കൊബാൾട്ട് പോലുള്ള മൂലകങ്ങൾക്കായി ചിലി, പെറു തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ചകൾ നടക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയെ നന്നാക്കാൻ വേണ്ടി ട്രംപ് തന്റേതായ രീതിയിൽ ഭീഷണികളും ചേർത്തുപിടിക്കലും അങ്ങനെ പല അടവുകളും പയറ്റി തെളിഞ്ഞിട്ടും ഇന്ത്യ റഷ്യയുമായുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങളിൽ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ട്രംപ് ഇന്ത്യക്ക് മുന്നിൽ മാത്രമല്ല മുഴുവൻ രാജ്യങ്ങൾക്ക് മുന്നിലും പിന്നെയും സ്വയം പരിഹാസ്യനാവുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച